7 years of OS അപ്ഡേറ്റ് ഇത് ആക്ച്വലി ഒരു ഗിമിക്ക് മാത്രമാണോ? ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? കമ്പനികൾ കാണിക്കുന്ന ഒരു ഹൈപ്പ് മാത്രമല്ലേ ഇത്? റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ആയിട്ടുള്ള സാംസങ് S24 സീരീസ് ആണെങ്കിലും പിക്സൽ 8 സീരീസ് ആണെങ്കിലും അവർ ഓഫർ ചെയ്ത് അവർ വളരെ ഹൈപ്പ് ചെയ്ത് കാണിക്കുന്ന ഒരു കാര്യമാണ് 7 years of OS അപ്ഡേറ്റ്. ഇത് ആക്ച്വലി പോസിബിൾ ആണോ? ഫസ്റ്റ് തിങ്, നമ്മളൊരു 7 വർഷം ബാക്ക് എടുത്താൽ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിൻ്റെ ഫാക്ടറിയും സൈസും മെമ്മറിയും ഒന്നും അല്ല ഇപ്പോൾ ഉള്ളത് അല്ലേ? അപ്പോൾ ഇനി കഴിയുന്ന ഒരു 7 വർഷം ഇതിൻ്റെ ഡബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇതൊരു 7 വർഷം പലർക്കും തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ആയിരിക്കും അറിയുന്നത്. നമ്മൾ കൂടുതലും പ്രോപ്പറായിട്ട് വീഡിയോസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലാണ്. ഇതിലുള്ള ലെങ്തി വീഡിയോസിന് വേണ്ടി മാത്രമാണ് നമ്മളിവിടെ വന്നിട്ടുന്നത്. പിന്നെ എല്ലാ ഷോർട്സ് മാത്രമേ ഇടാറുള്ളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം കിളിബ്രോ. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. 7 വർഷം മുന്നുള്ള ഫോണുകൾ നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള കാര്യമാണോ? പോട്ടെ, ഒരു 5 വർഷത്തിന് മുന്നേ ഉള്ള ഒരു ഫോൺ ഇപ്പോൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിളാണോ? അന്നുള്ള ടെക്നോളജി ആണോ ഇപ്പോൾ ഉള്ളത്? അന്നുള്ള മെമ്മറി സൈസ് ആണോ ഇപ്പോൾ ഉള്ളത്? മേ ബി ഒരു 5 വർഷത്തിനുള്ള ഫോണൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നവർ കാണുമായിരിക്കാം. ഞാൻ ഒരിക്കലും പറയുന്ന ലോ എൻഡ് ഡിവൈസിനെ പറ്റിയിട്ടല്ല. 1 ലക്ഷം അതിൽ മേലെ പൈസ ചെലവിട്ട് വാങ്ങിക്കുന്ന ഫോണുകൾ പറയുന്ന ഒരു ഹൈപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു 7 വർഷത്തെ അപ്ഡേറ്റ് എന്നൊക്കെ പറയുന്നത്. കാരണം 7 വർഷത്തെ അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വലിയ ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിലും ആക്ച്വലി അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടോ? കുറച്ച് നാൾ കഴിയുമ്പം ഒരു ഇത്ര പെർസെൻറ്റേജ് ആൾക്കാർ ഓട്ടോമാറ്റിക്കലി ഫോൺ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറും. കുറച്ച് പെർസെൻറ്റേജ് ആൾക്കാർ ഫോണിന് എന്തെങ്കിലും പറ്റി, കംപ്ലയിൻസ് പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് ഫോൺ മാറ്റും. പിന്നെ വരുന്ന വളരെ കുറച്ച് പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമേ ഈ ഒരു ഫോണിൽ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. അതും സംശയങ്ങൾ മാത്രമല്ലേ. 4Gന്ന് 5Gയിലോട്ട് എല്ലാവരും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജാണ്. എല്ലാവരും ഒന്നും മാറിയിട്ടില്ല. ഒരുപാട് പേര് മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും 4G ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ 3G നിന്ന് 4Gയിലോട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാവരും അവിടുന്ന് ഒരു ഒഴുക്കായിരുന്നു 3G ഉപയോഗിക്കുന്നവർ. അന്ന് 3Gന്ന് 4Gയിലോട്ട് വരുമ്പോഴത്തേക്ക് 2G വരെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ആരെങ്കിലും 2G ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ അറിവിലില്ല, എൻ്റെ ഫ്രണ്ട് സർക്കിളിലും ഇല്ല, എൻ്റെ ഫാമിലിയിലും ഇല്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതൊരിക്കലും പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴുള്ള ആപ്ലിക്കേഷൻ്റെ സൈസും ഒന്ന് ലോഡായി വരാനുള്ള സമയവും എല്ലാം ഇപ്പോഴത്തെ നെറ്റ്വർക്ക് സ്പീഡ് അനുസരിച്ചാണ് അവർ അസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു 7 വർഷം കഴിയുമ്പോഴത്തേക്ക് എത്ര G ആയിരിക്കും? ചിലപ്പോൾ 6G, 7G, 8G. റിസർച്ചേഴ്സ് വളരെയധികം നടക്കുന്നതുകൊണ്ട് ഒരുപാട് പോസിബിലിറ്റീസും ഒരുപാട് ടെക്നോളജി ചേഞ്ചസും നടക്കാം അല്ലേ? കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ്, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ സൈസ് ഇതെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോഴുള്ള USB 3.2, 3, 4 ചിലപ്പോൾ ഇതൊന്നും പോരാതെയും വരുമായിരിക്കാം. ഇപ്പം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമുക്കൊരു 2-3-4 വർഷത്തിന് മുന്നേ എടുത്ത 512 GB അല്ലെങ്കിൽ പോട്ടെ ഒരു 256 GB നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരിക്കലും ആവശ്യം വരുന്നില്ല. നമുക്ക് ചിന്തിക്കുകയും വേണ്ട. 128 പറഞ്ഞാൽ നമുക്കൊരു 10 GB തുല്യമായിരുന്നു. പക്ഷേ ഇപ്പോഴോ എൻ്റെ iPhone 14 128 GB ആണ് ഇതിൻ്റെ സ്പേസ് ഉള്ളത്. അതിനകത്ത് ഒരു ദിവസം എൻ്റെ എന്തെങ്കിലുമൊക്കെ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു ദിവസം ഒരു നിശ്ചിത ടൈം അതിനുവേണ്ടി മാറ്റി വെക്കണം, എന്തെങ്കിലുമൊക്കെ ഡിലീറ്റ് ചെയ്യാൻ. ഒരിക്കലും നടക്കത്തില്ല. 128 എടുത്തത് തന്നെ മണ്ടത്തരം. പ്രത്യേകിച്ച് ഇതേപോലെ വീഡിയോകൾ ചെയ്യുന്ന ഞാൻ 128 എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് എടുത്തത് ഏറ്റവും വലിയ മണ്ടത്തരം. പിന്നെ ഞാൻ ചെയ്യുന്നതെല്ലാം ഓൾറെഡി ഒരു മണ്ടത്തരം ആയതുകൊണ്ട് കുഴപ്പമില്ല. ശീലം. ഈ ചെയർ ഒരു മണ്ടത്തരമായിരുന്നു, ഇവിടെ ഉള്ള ഒരു കീബോർഡ് മണ്ടത്തരമായിരുന്നു, ഇവിടെ ഇരിക്കുന്ന ബാക്കിൽ മോണിറ്റർ ഒരു മണ്ടത്തരമായിരുന്നു, ഇതിൻ്റെ ബാക്കിൽ ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്നത് അത് മണ്ടത്തരമായിരുന്നു, ഇപ്പോൾ റെക്കോർഡ് ചെയ്യേണ്ട ഒരു ക്യാമറയും മണ്ടത്തരമായിരുന്നു എന്ന് കാണുന്നവർക്കും തോന്നും, എനിക്കും ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷേ ഞാൻ എപ്പോഴും വളരെ ചീപ്പ് റേറ്റിൽ അതിൽ കിട്ടാവുന്നൊരു മാക്സിമം ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. പിന്നെ മുമ്പേ വാങ്ങിച്ച് പരിചയമില്ലാത്തതിൻ്റെ കൊണ്ടുള്ളൊരു പ്രശ്നവും എല്ലാം ഞാൻ ആക്ച്വലി എൻ്റെ ലാപ്ടോപ്പ് മേടിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് RGB കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ പ്രീമിയർ പ്രോ, ഡാവിഞ്ചി ഇതെല്ലാം ഒന്ന് റൺ ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു RGB ഉള്ളൊരു കീബോർഡ് വാങ്ങിച്ച് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് രാത്രി യൂസ് ചെയ്യാൻ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കീബോർഡിൽ ലെറ്റേഴ്സ് നമുക്ക് രാത്രി തെളിയത്തില്ല RGBയിൽ.
ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആക്ച്വലി ഇത് അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമെന്ന് വെച്ച് നോക്കിയാൽ ഒരുപാട് പേര് ഇതിൻ്റെ ഒരു പേരിൽ മാത്രം അവർ കയ്യിലെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ആരും ജസ്റ്റ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. മേ ബി ഇപ്പോൾ ഒരു 7 വർഷത്തിൻ്റെ അകത്ത് തന്നെ അവരുടെ പുതിയ വരുന്ന അപ്ഡേഷനിലും പുതിയ വരുന്ന ഫോണിലും വരുന്ന ഫീച്ചേഴ്സ് ഇതിനകത്ത് മേ ബി വന്നെന്നിരിക്കുക, വരില്ല എന്നാലും അവർ കൊണ്ടുവന്നിരിക്കുക. അന്ന് നമുക്ക് കുറച്ച് നാൾക്ക് ശേഷം ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വല്ലാതെ കുറയും. അന്നേരം നമുക്കൊരു ചീപ്പ് പ്രൈസിൽ അവർ ഇപ്പോൾ ഇറങ്ങുന്ന ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോൺ കിട്ടില്ല, അതേ ഇൻ്റർഫേസ് ഉള്ള അതേ ഫീച്ചേഴ്സ് തരുന്ന ഒരു ഫോൺ നമുക്ക് കിട്ടില്ലേ. അപ്പോൾ അവരുടെ പുതിയ ഫോൺസ് വിറ്റ് പോവോ? ഒരിക്കലും പോവില്ലല്ലേ. അതാണ് പറയുന്നത്. അപ്പം അവരൊരിക്കലും അറിഞ്ഞുകൊണ്ടുള്ള ഒരു കുഴി തോണ്ടില്ലല്ലേ. അതോ ഇനി ഇപ്പോൾ കാണുന്ന പോലെ റാബിറ്റ് R1 എന്ന് പറയുന്ന പോലെ ഒരു പിന്നു പോലെ സാധനം ഇറങ്ങിയല്ലോ. ഇതൊക്കെയാണോ ലോകം? മേ ബി അതിനകത്തോട്ടൊക്കെ പോയാൽ നമ്മുടെ ഫോണിൻ്റെ യൂസേജ് പാർഷ്യലി കുറയും. അപ്പം നമുക്ക് ഫോണിനോട്ടുള്ള സംഭവങ്ങൾ കുറയും. അല്ലെങ്കിൽ ഇനി 7 വർഷത്തിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ടെക്നോളജി ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഫോണെന്നുള്ളൊരു കോൺസെപ്റ്റ് ചിലപ്പം മാറിയാം. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇതിനെക്കാട്ടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷൻ പ്രോ എന്നൊക്കെ പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നുണ്ടല്ലോ. പിന്നെ കണ്ണാടി, മറ്റേ റെയ്ബാനും നമ്മുടെ ടെസ്ലയോ ആരായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തുള്ള സാധനമല്ലേ, വിട്ടുപോയി ആരായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ടെസ്ല അല്ലല്ലേ, റെയ്ബാനും ആരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെയാണോ ഇനി ഫ്യൂച്ചർ? അപ്പോൾ ഇനി ഫോൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലാതെയായി മാറുമോ? അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന കുറേ പേരുടെ തൊഴിൽ പോവല്ലേ. പുതിയ ടെക്നോളജീസിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ എല്ലാം AI എന്ന് പറഞ്ഞ് ഓടുകയാണ്. അപ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ പോയില്ലെങ്കിൽ നമ്മൾ പണ്ട് കർഷകർ അവരുടെ കൈകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മെഷീൻസ് വന്നപ്പം മെഷീൻസ് യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് അവർക്ക് ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി. അവർക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഇല്ല, പുതിയതായിട്ട് വന്നുള്ള മെഷീൻസ് യൂസ് ചെയ്യാനുള്ള പരിചയമില്ല. അപ്പം കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്തുകൊണ്ടിരുന്ന ഫാമേഴ്സ് അവർക്ക് വേറെ നിവൃത്തിയില്ല. അവർക്ക് ആത്മഹത്യയായിരുന്നു ചിലപ്പം നിവൃത്തി. അവർ വളരെയധികം താഴ്ന്ന തട്ടിലേക്ക് പോയി. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാതിരിക്കണമെങ്കിൽ ഇപ്പം നമ്മൾ ഈ നടക്കുന്ന കാര്യങ്ങളും AI ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും പുതിയ ജനറേഷനിലേക്ക് എന്തൊക്കെയാണ് വരേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അറിഞ്ഞുകൂടാത്തത് ഒരിക്കലും നമ്മുടെ തെറ്റല്ല, അറിയാൻ ശ്രമിക്കാത്തത് നമ്മുടെ തെറ്റാണ്. ഇപ്പം നമ്മുടെ അമ്മയും അച്ഛനുമായിട്ടുള്ളൊക്കെ ഒരു ബാരിയർ ഉണ്ടല്ലോ. നമ്മൾ ഫോണിലെല്ലാം ചടപടയുന്ന ഓരോന്ന് എടുക്കുന്നു വെക്കുന്നു, പുതിയ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ഗ്രാബ് ചെയ്ത് ഓരോന്ന് ചെയ്യുന്നു എന്നുള്ള സംഭവം ഉണ്ടല്ലേ. പക്ഷെ അവർ എങ്ങനെടാ മോൻ സയൻറ്റിസ്റ്റാ എന്ന് അവർക്ക് തോന്നുമായിരിക്കും അല്ലേ. പക്ഷെ അത്രയും സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ ഒരു അന്തരം ഉണ്ടല്ലേ. നമ്മളും അടുത്ത ജനറേഷൻ തമ്മിൽ വരും. ഇനി അടുത്ത ജനറേഷനിൽ അവർ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ എപ്പോഴാ എന്ന് നോക്കിയിരിക്കേണ്ടി വരും. പക്ഷെ അവർക്ക് സിമ്പിളായിരിക്കും, നമുക്ക് പക്ഷേ ഗ്രാബ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു സ്റ്റേജിലേക്ക് ചിലപ്പോൾ നമ്മളും പോകുമായിരിക്കും. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഞാൻ ഓൾസോ ഒന്നും അത്ര അപ്ഡേറ്റഡ് അല്ലെന്ന് തോന്നുന്നു. സോ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, മുന്നേറാം, അടുത്ത ജനറേഷൻ്റെ കൂടെ ഓടിപ്പിടിക്കാനെങ്കിലും ശ്രമിക്കാം. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ക്ലിബ്രോ സൈനിങ് ഔട്ട്.